അപ്പോൾ ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എംആർസി ഗ്യാങ്. മെയിൻലി പറയാനുള്ള തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവർക്കും അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് തെറിവിളിയൊക്കെ കേട്ട് കഷ്ടപ്പെട്ട് ഇപ്പം എല്ലാവരുടെ മനസ്സിലും നല്ലൊരു സ്ഥാനം കൊണ്ടുവരും. ഇപ്പം ഫിലിമിലും കാര്യത്തിലൊക്കെ കയറിയിട്ടുണ്ട്, കുറേ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്യാങ് എന്ന് പറയുന്ന ഗ്യാങ്ങിലുള്ള റാംബോ, ഷമീർ, മമ്മു, അങ്ങനെ കുറച്ച് പേര് അറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഷമീർ അവരൊക്കെ ആയിട്ട് സ്പ്രെഡായിട്ട് മാറി വേറെ വീടൊക്കെ എടുത്ത് താമസിച്ച് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇന്നും ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. തൊപ്പി ഇത്ര നാളും അവരങ്ങനെ ചൂസ് ചെയ്യുമായിരുന്നു, അവരെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യുന്നു, അവർക്ക് പൈസയൊന്നും കൊടുക്കുന്നില്ല, അവർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ മമ്മു ഇപ്പോൾ ലൈവിൽ വന്നിട്ട് ഷമീറിൻ്റെ ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട് ഷഡ്ഡി കഴുകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റാംബോയുടെയും തൊപ്പിയുടെയും ഷഡ്ഡി കഴുകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് അവിടെ എന്താ ഇതില്ലായിരുന്ന, വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്ന, പിന്നെ അവൻ്റെ വീട്ടിലോട്ട് പൈസ കൊടുക്കുന്നില്ല, 5000 രൂപ പോലും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയൊരു കേസ് എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. എത്രത്തോളം ഇഷ്യൂ ആയ കേസാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി എത്രത്തോളം സഹിച്ചെന്നറിയാം. ഓക്കെ, ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ഇവൻ മമ്മൂനെ പഠിപ്പിക്കാൻ വേണ്ടി എണിച്ചതും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കും അറിയാം. കാരണം എനിക്കിത് പറയാനുള്ള ഇതുണ്ട്. കാര്യം നമ്മൾ ഈ വീഡിയോസ് കാണുന്നതാ, ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്, ലൈവ് ഇടുന്നത്, ഇതെല്ലാം നമ്മളെല്ലാവരും കാണുന്ന ആസ് നമ്മുടെ ഫാമിലീസോ ആൾക്കാർ എല്ലാവരും വീഡിയോസും കാര്യങ്ങളും. അപ്പം നമുക്കും എനിക്ക് പോലെ നിങ്ങൾക്കും പറയാം, നിങ്ങൾക്ക് എന്താണോ അറിയാമെന്നുള്ളത്. പിന്നെ എനിക്കറിയാമെന്നുള്ളത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എംആർസി ഗ്യാങ് നല്ല രീതിയിൽ പൊങ്ങി വന്നു. ഇവർ പറയുന്ന 5000 രൂപ പോലും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. എടാ, ഒരു കടയിൽ പോയി ജോലിക്ക് നിന്നാൽ കിട്ടും ഇപ്പോൾ ഒരു 15000 രൂപ മിനിമം. അവരെന്തുകൊണ്ട് പോയില്ല? അവിടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫേം എല്ലാവർക്കും വേണ്ട ഒരു കാര്യം ഫേം. ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഗ്യാങ്ങിൽ കയറണമെങ്കിൽ അത്യാവശ്യം ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർ പൈസയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. കാരണം തൊപ്പി എന്ന് പറയുന്ന ആസ് എ പേഴ്സൺ ഉണ്ടാക്കിയൊരു ബിൽഡ്, അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സാധനം. അതുകൊണ്ടാണ് ഈ ഷമീർ, ഒന്നുമില്ലാതെ കിടന്ന ഷമീർ ഇപ്പോൾ ഒരു 1 lakhന്റെ മേളിൽ സബ്സ്ക്രൈബർ ഉള്ള ഒരാളായി മാറിയത്. അവൻ അത് യൂസ് ചെയ്ത് ഷമീർ, അതുകൊണ്ട് അവനത് കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അവനത് കിട്ടി. ഈ പറയുന്ന പോലെ മമ്മു, ജാസിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് അവന്മാരിപ്പോൾ ഇവിടെ വന്നിരുന്ന് കൊണയടിക്കുന്നു. ഓക്കെ, ചിലപ്പോൾ പൈസ ഇല്ല, ശരിയായിരിക്കാം പറഞ്ഞത്, പൈസ കാണത്തില്ല. പക്ഷേ പൈസ ഉണ്ടാക്കേണ്ട സമയത്ത് അവൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൻ ചെയ്തു കൊടുത്ത്, അവൻ അവർക്ക് വേണ്ടി സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുത്ത്, കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്. കാരണം വേറെ കുക്കായിട്ട് ചെയ്യുന്ന മമ്മൂനെ അവൻ ലൈവിൽ കൊണ്ടുവന്ന്, അതേപോലെ തന്നെ ജാസിനെ മാറ്റി ലൈവിൽ കൊണ്ടുവന്നു, പകരം വേറെ ആളെ കുക്കായിട്ട് കൊണ്ടുവന്ന്. പിന്നെ അവർ പോകുന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവർ പോകുന്ന എല്ലാ സ്ഥലത്തും അവരെ കൊണ്ടുപോയി വാങ്ങിച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ഒരു ഷെഡ് കഴുകി കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് ഷൂ തുടച്ചു കൊടുത്താൽ, പോകുന്ന വണ്ടി ഒന്ന് കഴുകിയ, അതല്ല കാര്യം. അവർക്കത് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ജസ്റ്റ് ഞാനും നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ. കാരണം നമുക്കൊരു ചാൻസ് ദൈവം കിട്ടിയാൽ, അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ഒരുപാട് കഴിവുള്ളവരൊരു ചാൻസ് അവിടെ കിട്ടിയാൽ, പിന്നെ ഇവൻ്റെ കുറച്ച് എഡിറ്റർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവൻ്റെ കീഴിൽ എഡിറ്റിങ്, അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരുപാട് പേർക്ക് ഇവരൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നതല്ല. അവരൊരുപാട് ചാൻസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ എക്സ്പോസ് ചെയ്തിരിക്കുന്ന അവരുടെ ഫാമിലിയുടെ അകത്തുള്ള ഒരു കാര്യങ്ങളാണ്. ഇവർ പറയുന്നത് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരു ക്രിയേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും. കാരണം തൊപ്പി ഇപ്പോൾ സ്ഥലത്തില്ല, മൂവി കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലാണ്. ഇപ്പോൾ ഇവരുടെ വീഡിയോസ് ആരും റീച്ച് ചെയ്യുന്നില്ല. കാരണം ഇവരിപ്പോൾ GTA ഗെയിമിൽ കൂടെ ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും റീച്ചായി കിട്ടുന്നില്ല. സോ അങ്ങനെ വരാൻ നേരം ഒരു പുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ എടുക്കാം. ഇപ്പോൾ കുറച്ച് നാളിപ്പോൾ ഈ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് സെറ്റായി ഈ ഒരുപാട് ചാനലൊക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റായി വരുമ്പോൾ ലാസ്റ്റ് തൊപ്പി തന്നെ വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടുന്നു. പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഈ പോത്ത് ഷാജഹാൻ്റെ കുറേ ഇഷ്യൂസൊക്കെ നമ്മളുണ്ടില്ലേ, അത്രത്തോളം വലിയ ഇഷ്യൂ ഒക്കെ ആവും, മറ്റേ ഫൈറ്റാവും, തേങ്ങയാവും, മാങ്ങയാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് തിന്നു. ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇത് അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂ ആണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ സിമ്പിളായിട്ട് അവർ തന്നെ അങ്ങ് ക്ലോസ് ചെയ്ത് വിടും. അപ്പോൾ ബാക്കി അവർക്ക് കിട്ടുന്ന റീച്ച്, എൻഗേജ്മെൻറ്റ്, പിന്നെ ഇവരൊന്നും കിട്ടുന്നില്ല, വരയ്ക്കുന്നില്ല എന്നൊക്കെ കിടന്ന് കൊണയടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്ന്. കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ വന്ന് എന്താണോ നിങ്ങളോട് പറയുന്നത് അതേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് എമോഷണൽ ഫീലായിട്ട് വരുന്നു. ഇത്ര നാളും ഞാൻ ഇങ്ങനെ നടന്നിട്ട് ഞാൻ കുറച്ച് എമോഷണലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുക? അത്രേ ഉള്ളൂ. അതേപോലെ അവരൊരു എമോഷണലായിട്ട്, കാരണം അതിനവർക്ക് കാരണം ഇതൊരു അവർ യൂസ് ചെയ്യുന്ന പാത്ത്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വേ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ആണ്. അതിലവർക്ക് എന്ത് രീതിയിൽ വേണേലും കളിക്കാം, ഏത് രീതിയിൽ വേണേലും പറയാം. കാരണം അവർ ഫാമിലി ഇപ്പം മമ്മു പറഞ്ഞില്ലേ ഫാമിലി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന്. ഓൾറെഡി മമ്മുൻ്റെ ഫാമിലി അങ്ങനെയാണെന്ന് ഓൾറെഡി ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇങ്ങനൊരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു ഇഷ്യൂ ഉണ്ടാക്കി എടുക്കുക, നാളെ വ്യൂസിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരിക, അതാണ് ഇറ്റ്സ് എ മൈൻഡ് ഗെയിം. ഓക്കെ, കാരണം ഞാൻ ഇവരെത്രയൊക്കെ പറഞ്ഞെന്ന് വെച്ചാലും ഇപ്പോൾ റാംബോയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, നാളെ 8 മണിക്ക് ലൈവിൽ ഇതിൻ്റെ റിപ്ലൈ കാണും. അപ്പോൾ ഈ ആൾക്കാരെന്ത് ചെയ്യും, ഈ റിപ്ലൈ കേൾക്കാൻ വേണ്ടി കുറച്ച് പേര് അങ്ങോട്ട് പോകും. മറ്റന്നാൾ കഴിയുമ്പോൾ ഷമീർ കുറച്ച് തുടങ്ങും, അത് കഴിയുമ്പോൾ റാംബോ തുടങ്ങും. ഇനി നമുക്ക് ബാക്കി എവിടെ വന്നിട്ട് കാണും. തൊപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എത്രയൊക്കെ ആണെങ്കിലും അവൻ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, ഇല്ലയെന്നൊന്നുമല്ല. എനിക്കത് ഇവിടെ പറയണമെന്നും വല്ല ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ പൊട്ടൻ ഈ ഷൊണ്ണ പിള്ളേർ വന്ന് ഈ ലൈവിൽ വന്ന് വീഡിയോ ഇട്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഉണ്ടാക്കിയൊരു ബിൽഡിൽ, അല്ലെങ്കിൽ അവൻ പോകുന്ന പോലെ ഈ ഫോർച്യൂണറിൻ്റെ അകത്തും BM-ലൊക്കെ കൊണ്ടുപോയി അവരെ അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഓരോ ചാൻസ് എല്ലാം പോകുന്ന ഇൻ്റർവ്യൂവിലും കാര്യത്തിലും എല്ലാം കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോയി IRL-ലും എല്ലാത്തിലും കൊണ്ടുപോയി. അവരത് യൂസ് ചെയ്താൽ ഇപ്പം മമ്മു എന്ന് പറയുന്നതൊക്കെ എന്ന് പറയുമ്പോൾ അവന്മാർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഈ 5000-10,000 രൂപയുടെയൊക്കെ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിട്ടും എന്തുകൊണ്ട് ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടായിട്ടും നിർത്തി പോകില്ല. കാര്യം അതൊന്നുമല്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരുടെ വിലയെന്നൊക്കെ പറയുമ്പോൾ വട്ടപൂജയെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് മാത്രം അവരെല്ലാവരും പിടിച്ചു നിന്ന്. കാരണം അവർക്ക് വേണ്ടത് ഫേമാണ്. അതിനുള്ളൊരു ഓപ്ഷൻ അവരുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും അത് യൂസ് ചെയ്തിരുന്നത് അവരൊരു മണ്ടന്മാരായെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ വേറൊരാൾക്ക് അതോടെ കിട്ടിയാൽ അവരത് യൂസ് ചെയ്യുന്നത്. ഷമീർ എന്തോ ഭാഗ്യത്തിന് ഷമീറിൻ്റെ കറക്റ്റായിട്ട് അത് റീച്ച് കയറി, അവൻ്റെ അക്കൗണ്ട് അത്യാവശ്യം റീച്ചായി പോയി. ഇടുന്ന വീഡിയോസിന് എങ്ങനെ കളിച്ചാൽ ഒരു 100-110 മേളിൽ വ്യൂസ് പോകുന്നുണ്ട്. അത് മതി യൂട്യൂബിൽ നിന്ന് തൽക്കാലം ആ ഒരു വ്യൂസ് വെച്ച് കിട്ടാന്നുള്ള ഏണിങ്സ് അവനുണ്ടാക്കാം. ഇല്ലയെന്ന് പറയത്തില്ല ഒരിക്കലും. അവന്മാരെ യൂട്യൂബിൻ്റെ റവന്യൂ കാണിച്ചു തരത്തില്ല. എന്തുകൊണ്ടാണ്? അത് കാണിക്കാൻ അവന്മാരെ കൊണ്ട് പറ്റത്തില്ല. അത്രക്ക് ധൈര്യമുള്ളവരാണെങ്കിൽ അവന്മാരെ യൂട്യൂബ് ഏണിങ്സ് കാണിച്ചാൽ ഒരിക്കലും കാണിക്കത്തില്ല. അവന്മാർക്കൊന്നും കിട്ടുന്നില്ല, പറിക്കുന്നില്ല, തൊലിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അത്ര ഉള്ള കാര്യം. പിന്നെ ഈ കേരളത്തിലുള്ള എല്ലാവരും മണ്ടന്മാരാണെന്ന് ഉമ്മാർ ഒരിക്കലും വിചാരിക്കില്ല. എനിക്ക് എത്ര പറയാനുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഇനി MRC റാംബോയുടെ റിയാക്ഷൻ കാണാം, ഇതിനുള്ള റിപ്ലൈ. അത് കഴിയുമ്പോൾ ഷമീർ, പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ജാസി, പിന്നെ അത് കഴിയുമ്പോൾ ഏറ്റവും അവസാനം തൊപ്പി. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. എന്നാലല്ലേ കുറച്ച് അവർക്ക് ഏണിങ്സ് നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നേരം ബൈ.